ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ചട്നിപ്പൊടി എന്നൊക്കെ നമ്മൾ പറയും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. നല്ല ഒന്നാം തരം റെസിപ്പിയാണ്. കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചിരകിയെടുക്കാം. മാക്സിമം ചെറുതായിട്ട് ചിരകിയെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. നമ്മൾ അടുപ്പിലാണെന്ന് ചെയ്യുന്നത്. ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ 2 തേങ്ങ മുഴുവനായിട്ട് ചിരകിയത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് വലിയ 2 തേങ്ങയാണ് ഞാനിന്ന് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ അളവനുസരിച്ചിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം. ഞാനൊരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, അതൊരു നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനൊരു 10 to 12 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം. നമ്മളിതിനകത്ത് പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് കുരുമുളക് ചേർക്കാം. ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 ടീസ്പൂൺ കുരുമുളകും പിന്നെ നമുക്ക് നല്ല വേണ്ടത് ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. അത് നമുക്കൊരു 2-3 തണ്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിച്ചു പോയാൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് അങ്ങ് മാറും. ഒരു കയ്പുണ്ടാവും, ഒരു കരിഞ്ഞ ചുവ ഉണ്ടാവും അതിന്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു കടി പിടിക്കരുത്, കരിഞ്ഞു പോകാനും പാടില്ല. നമ്മൾ തേങ്ങ ചിരകുമ്പം നന്നായിട്ട് ചെറുതായിട്ട്, അതായത് അധികം വലിപ്പമില്ലാതെ നൈസായിട്ട് ചിരകിയെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഗ്യാസിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ അടുപ്പിലായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഒരുപാട് തീടാനും പറ്റത്തില്ല, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനി നമ്മൾ തിരികെടുക്കുമ്പം ഒരുപാട് വലിയ കഷ്ണങ്ങളായി പോയാലും നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ തേങ്ങ ഒരു 1/4 പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ കിട്ടണം. ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ടൈം എടുക്കുന്നൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇത്രയും തേങ്ങ, നമ്മൾ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സമയം നമ്മൾ കൂടുതലെടുക്കും. നമുക്ക് ഗ്യാസിലാണെങ്കിൽ ഇത്രയും വേണ്ടി വരത്തില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. നമ്മൾ 2 തേങ്ങ ഇട്ടപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം കുറഞ്ഞ് ഈ ഒരു പരുവത്തിലായി. ഇനി നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതിലും കുറയും. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളറ് മാറാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ള തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരട്ടെ. ഇത് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. ഇനിയും നമ്മൾ വറുത്തുകൊണ്ടിരുന്നാൽ അത് ചെറിയ തരികളൊക്കെ നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് വാങ്ങാം. ഈ ചൂട് കൊണ്ട് കുറച്ചും കൂടി അതിനകത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. ഇത്രയും മതിയാവും. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനകത്തിരുന്ന് കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടും. അത് നമ്മളിടയ്ക്ക് ഈ തേങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് തണുപ്പിച്ചിട്ട് ചെറിയ കുപ്പികളിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം അതിരിക്കും. അപ്പോൾ നമുക്ക് വറുത്തരച്ച കറി ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ വറുക്കാൻ പോകണ്ട, അതെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള പുളി, ഇത്രയും പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് ഇന്ദുപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് വറ്റൽമുളകാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 8 to 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ലെഫ്റ്റിലോട്ട് തിരിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഇടണമെന്നില്ല, കുറേശ്ശെ ഇട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ വലിയ ജാറായതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്.
കണ്ടോ, നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഒരുപാട് തേങ്ങ ഉള്ളതുപോലെ തോന്നിയില്ലേ? അപ്പം നമ്മൾ വറുത്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പൊടിച്ച് വരുമ്പോൾ ഇതിനേക്കാളും കുറവായിട്ട് തോന്നും ക്വാണ്ടിറ്റി. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ റൈറ്റിലോട്ടല്ല ലെഫ്റ്റിലോട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇടയ്ക്ക് തുറന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട്. ഉണ്ടോ? ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മുളകും പുളിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക. കണ്ടില്ലേ, നമ്മുടെ പൊടി ഇതേ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ കാലം ഇത് ഇരിക്കും. നനവൊന്നും തട്ടാതെ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾ 2 തേങ്ങയ്ക്കാണ് ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇതേ ഈ ഒരു പ്ലേറ്റ് നിറയെ ചമ്മന്തിപ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇവൻ നിങ്ങൾക്ക് വേറെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ അതും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മറക്കാതെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ എങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കത്തില്ലേ? നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.